26 വർഷം മുമ്പ് കോയമ്പത്തൂരിലെ വീട് വിട്ടുപോയ ലിപ്സൺ സേവ്യറെ തേടിയാണ് അമ്മ മാഗി, സഹോദരി ലിൻഡ എന്നിവർ പ്രവാസ ലോകത്തിൽ എത്തിയിരിക്കുന്നത്. ഈയിടെ ഫേസ്ബുക്ക് പേജിൽ കണ്ട മകനെ തേടി മാഗി മുംബൈയിലേക്ക് പോയിരുന്നു. എന്നിട്ടും ലിപ്സനെ കണ്ടില്ല. ലിപ്സനെ നമ്മൾ ഒരിക്കൽ അന്വേഷിച്ച് ഇവിടെ വന്നതല്ലേ അല്ലേ? ആ, അതിനുശേഷം ഒരു വിവരം ഉണ്ടായില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ കണ്ടു അല്ലേ? അപ്പൊ എന്നിട്ട് നിങ്ങള് ഇയാളെ ബയോഡാറ്റ നോക്കിയപ്പോ ബോംബെയിൽ ഉണ്ടെന്നാ പറയാം, മുനിസിപ്പാലിറ്റിയില്. ബോംബെയിൽ മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾ പോയ അവിടെ കണ്ടില്ല, ആരും അറിയില്ല, അങ്ങനെ പേരെ അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു എന്തായാലും നമ്മളിപ്പോ ഇത് പ്രസിദ്ധീകരിക്കുമ്പോ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് ഇതുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നമ്മളവിടുത്തെ സുഹൃത്തുക്കളോടൊക്കെ പറയാം ഇങ്ങനെ ഒരാളുണ്ട് അവിടെ എന്നുള്ളത്. ബോംബെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആളുകളുള്ള ഇതല്ലേ, ചിലപ്പോൾ അത് എളുപ്പമായിരിക്കില്ല കണ്ടുപിടിക്കാൻ ചെന്നിട്ട്. എന്താ ജോലി എന്നുള്ളതൊന്നും അറിയില്ല അല്ലേ? മുനിസിപ്പാലിറ്റി ജോലി ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. എത്ര കൊല്ലമായി പോയിട്ട് പുള്ളി? 26 വർഷമായി. 26 വർഷമായി. എത്ര വയസ്സുള്ളപ്പോ പോയതാ? 12 വയസ്സ്. 12 വയസ്സുള്ളപ്പോ പോയതാ, ഞാൻ മറന്നുപോയി. പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. ഇല്ല, 12 വയസ്സ് പോയിട്ട് പിന്നെ 15 വയസ്സിലൊന്ന് വന്നപ്പോ ആണ് ബോംബെയിലാണെന്ന് അറിഞ്ഞത്. എന്നിട്ടാണ് ഇപ്പോഴാണ് വീണ്ടും ഇത് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ രണ്ടാമത് ഇത് ഫേസ്ബുക്കിൽ വീണ്ടും പോയി. അന്ന് അപ്പോഴേ പോയില്ല, 1 മാസം കൂടി ഇന്നില്ല വീട്ടില് നിന്നില്ല, പോയി. വിളിക്കലൊന്നുമില്ല പിന്നെ? ഇല്ല. ഇയാൾ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരൻ തന്നെ ആയിരുന്നു അല്ലേ? പൊതുവെ വീടായിട്ട് സമ്പാദിക്കണമെന്നുള്ള ചിന്ത. ഭർത്താവില്ലേ ഇപ്പൊ? ഭർത്താവില്ല. ഈ മോള് മാത്രമല്ലോ? ഇല്ല, 4 പെണ്ണ്. 4 പെമ്മക്ക് കൂടി ഒരാണാണ്. ആണാണ്, അയാളാണ്. ഓർമ്മ. ലിപ്സൺ വീണ്ടും ഞങ്ങൾ ഒരു ശ്രമം കൂടി നടത്തുകയാണ്. നിങ്ങൾ ബോംബെയിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ നിങ്ങളുടെ ബയോഡാറ്റയിൽ കണ്ടു. അത് കണ്ടപ്പോഴാണ് അമ്മ ഓടി വന്നത് ബോംബെക്ക് മോനെ. അപ്പോൾ ഒരു കാരണവശാലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും ഞങ്ങളെ തേടി വന്നിരിക്കുക. 26 വർഷമായില്ലേ പോയിട്ട്. ഒന്ന് അമ്മയ്ക്കുള്ളൊരു അമ്മ മാത്രം ജീവിച്ചിരിക്കുന്ന സഹോദരിമാരും ഒന്ന് വന്നുകൂടെ? അവർ വന്നപ്പോൾ ഈ ബോംബെയിലെ ഈ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഏത് മുനിസിപ്പാലിറ്റിയാണ് എന്നൊക്കെ ആർക്കറിയാം? എവിടെയാണ് ഒരു കടൽ പോലുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒറ്റപ്പട്ടണത്തിൽ ഇവരെ പോലുള്ള ആളുകൾ എവിടെ വന്ന് തിരയാനാ? എൻ്റെ സുഹൃത്തുക്കൾ നിരവധിയുണ്ട്. ഭൂപേഷ് ബാബുവിനെ പോലുള്ള ആളുകളുണ്ട്, നവാസിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്നുള്ളത്. ഫേസ്ബുക്കിലാണ് ലിപ്സൻ്റെ ഇത് കണ്ടത്. ഇത് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. ഫേസ്ബുക്കിലെ ഡീറ്റെയിൽസൊക്കെ ഈ പ്രക്ഷേപണത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പറയുക. അപ്പോൾ സുഹൃത്തുക്കളടക്കം അവിടെ ദീർഘകാലം ജീവിച്ച നിരവധി മലയാളികളുണ്ട്. അവർക്കൊക്കെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ സഹായമായിരുന്നു. കാരണം ഇവർക്ക് അവിടെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതാണ്ട് ഇതേ മുഖച്ഛായുള്ള ഇതേ പേരിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ പോയത്. ചിലപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് കുടുംബസ്ഥനായി, അതൊന്നും പ്രശ്നമുള്ളതല്ല. അമ്മയ്ക്കൊന്ന് കാണേ വേണ്ടു, വേറൊന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ, ബോംബെയിലെ സുഹൃത്തുക്കൾ, പ്രവാസ ലോകം പ്രേക്ഷകർ, പ്രവർത്തകർ എല്ലാം ലിപ്സനെ ബോംബെയിലുണ്ട് എന്ന് അറിഞ്ഞതൊന്ന് കണ്ടെത്തണം. ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയർ ഔട്ട്സ് കണ്ടിട്ടോ ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും നൽകുന്നതാണ്. ഇതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. ശരി.